ഒക്കൽ ജംഗ്ഷനിൽ ഗതാഗത തടസ്സമായിരുന്ന ലൈറ്റ് ഗുഡ്സ് വാഹനങ്ങളുടെ പാർക്കിംഗ് കനാൽ ബണ്ട് ഭാഗത്തേക്ക് മാറ്റിസ്ഥാപിച്ച് പഞ്ചായത്ത് മാതൃകയായി. ഒക്കൽ ജംഗ്ഷനിലെ ഗവൺമെന്റ് എൽ.പി. സ്കൂളിനു മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ലൈറ്റ് ഗുഡ്സ് വാഹനങ്ങളെല്ലാം പുതിയ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് മാറിയതോടെ ജംഗ്ഷനിൽ അനുഭവപ്പെട്ടിരുന്ന ഗതാഗത തടസ്സത്തിന് താൽക്കാലിക പരിഹാരമായി. ദീർഘകാലമായി ഒക്കലിലെ ജനങ്ങളുടെ ആവശ്യമായിരുന്നു ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, ലൈറ്റ് ഗുഡ്സ് വാഹന പാർക്കിംഗ് എന്നിവ ജംഗ്ഷനിൽ നിന്ന് മാറ്റണമെന്നത്. ഇതിന് ചെറിയ ആശ്വാസമായിരിക്കുകയാണ് പഞ്ചായത്തിന്റെ നടപടി. ഇതോടൊപ്പം തന്നെ ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പുകളും ഇരുഭാഗത്തേക്കും കുറേക്കൂടി മുന്നോട്ട് നീക്കാനും തീരുമാനമുണ്ട്. പുതിയ പാർക്കിംഗ് ഏരിയയുടെ ഉദ്ഘാടനം മനോജ് മൂത്തേടൻ എം.എൽ.എ. നിർവഹിച്ചു. പെരുമ്പാവൂർ മുതൽ കാലടി വരെ എല്ലാ ജംഗ്ഷനും വലിയ ബ്ലോക്കാണ്. വല്ലം കവല നമുക്കറിയാം, പെരുമ്പാവൂർ കടന്നാൽ വല്ലത്ത് വലിയ ബ്ലോക്കാണ്. ഒക്കലിലേക്ക് എത്തുമ്പോഴേക്കും കാലടി പാലത്തിന്റെ ബ്ലോക്ക്, ഒക്കലിലെത്തി അവിടെയും വലിയ ബ്ലോക്കാണ്. പിന്നെ നമ്പളി ഒന്നും പറയണ്ടല്ലോ. അപ്പൊ അങ്ങനെ വലിയ ഗതാഗത കുരുക്കിനാൽ വീർപ്പ് പൊട്ടുന്ന നമ്മുടെ ഈ പ്രദേശത്ത് നമുക്ക് ആ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ കഴിയുന്ന ഏറ്റവും സഹായകരമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് പഞ്ചായത്ത് ഏറ്റെടുത്ത് ജനങ്ങളുടെ സഹകരണത്തോട് നടപ്പിലാക്കുന്നത്. നമ്മുടെ ഒക്കൽ ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പ് ഒന്ന് മുന്നോട്ട് നീക്കിയാൽ തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബസ് സ്റ്റോപ്പുകളൊന്ന് ക്രമീകരിച്ചാൽ തന്നെ കുറേ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. കാരണം കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് റോഡിൽ നിൽക്കുന്ന സ്ഥലത്ത് അവിടെ തന്നെ ബസ് കൊണ്ട് നിർത്തുമ്പോഴുള്ള പ്രയാസമാണ് ഉള്ളത്. അപ്പോൾ എല്ലാ വാഹനങ്ങളും നമ്മുടെ ഒക്കൽ പഞ്ചായത്തിന് മുന്നിൽ വരുന്ന റോഡ് അതിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ തമ്മിൽ കൂട്ടിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എപ്പോഴും ഗതാഗത കുരുക്കാണ്. അപ്പോൾ അത് പരിഹരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് ഭരണസമിതി, പ്രിയപ്പെട്ട ടീച്ചറുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ ഒരു ശ്രമങ്ങളുടെ മറ്റൊരു പെട്ടെന്നുള്ള ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഇതുണ്ടായത്. കാരണം അവിടേക്ക് ബസ് സ്റ്റോപ്പ് മാറ്റാൻ തീരുമാനിച്ചപ്പോൾ ഈ ഗുഡ്സ് വാഹനങ്ങൾ എങ്ങനെ ക്രമീകരിക്കണമെന്ന് ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവസാനം ഈ സ്ഥലം കണ്ടെത്തി. ടീച്ചറിനെ അപ്പം തന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു നല്ല കാര്യം, കാരണം നമുക്ക് അത്രയും വാഹനങ്ങൾ ഇവിടുന്ന് റോട്ടിൽ നിന്ന് മാറുമ്പോൾ തന്നെ വലിയ ഗുണമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. സിന്ധു ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വളരെയധികം സന്തോഷമുണ്ട് നമ്മളുടെ ഈ ഓട്ടോ സ്റ്റാൻഡ് ഇങ്ങോട്ടേക്ക് മാറ്റാൻ സാധിച്ചാൽ. ഈ ഭരണസമിതി വന്നതിലെ ഫസ്റ്റ് കമ്മിറ്റി തന്നെ എടുത്ത തീരുമാനമായിരുന്നു ഓട്ടോ സ്റ്റാൻഡുകൾ മാറ്റുക, ഗുഡ്സ് ഓട്ടോറിക്ഷയും പാസഞ്ചർ ഓട്ടോറിക്ഷയും മാറ്റുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ബസ് സ്റ്റോപ്പ് മാറ്റുക എന്നുള്ളത്. അപ്പോൾ ബസ് സ്റ്റോപ്പ് ഇപ്പോൾ നേരത്തെ ഫാസിൽ മെമ്പർ പറഞ്ഞാൽ ബസ് സ്റ്റോപ്പിന്റെ എല്ലാ ഓർഡറും റെഡിയായിട്ടുണ്ട്. RTO ഓഫീസിൽ നമ്മൾ ചെന്ന് ഇപ്പോൾ എല്ലാ സ്കെച്ചെല്ലാം റെഡിയായി. നമ്മുടെ അടുത്ത ദിവസങ്ങളിൽ, ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ബസ് സ്റ്റോപ്പ് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. അതിനെല്ലാം നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. അതിൽ പിന്നെ ഉള്ളത് ഓട്ടോറിക്ഷ സ്റ്റാൻഡ്. ഈ ഓട്ടോ സ്റ്റാൻഡ് മാറ്റിയാണ് ബസ് സ്റ്റോപ്പ് അങ്ങോട്ട് മാറ്റാൻ പറ്റുള്ളൂ. ഓട്ടോ സ്റ്റാൻഡ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റുമ്പോൾ നമുക്ക് ഈ ഭാഗത്തെ ജനങ്ങളുടെ എന്നുവെച്ചാൽ ഈ തോമസ് ഏട്ടൻ പുഴിക്ക് അതൊക്കെ ഭയങ്കര സഹകരണമാണ്. നമുക്ക് പറയാൻ പറ്റും. ഞാൻ ഇവിടെ തൊട്ടപ്പുറത്ത് തോട് പൊളിച്ചതാണ്. പക്ഷെ ശരിക്കും പറയണ്ടെങ്കിൽ ആ ഇത് എത്രയും ഉണ്ട്. ഇതിൻ്റെ റവന്യൂ ഭൂമിയെ, നമ്മുടെ പഞ്ചായത്തിന്റെ ഭൂമിയെ കാണിച്ചു തന്നുകൊണ്ട് തന്നെ നമുക്ക് അതിനെ സഹകരിച്ചു. പിന്നെ തൊട്ടപ്പുറത്ത് നമുക്ക് ഇതിന്റെ തൊട്ട് ആ സൈഡിലായിട്ട്, ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് നമ്മൾ പാസഞ്ചർ ഓട്ടോറിക്ഷ മാറ്റുന്നുള്ള സ്ഥലവും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അതിൻ്റെയും പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇതിനെല്ലാത്തിനും ഫണ്ട് നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി ഒറ്റ കെട്ടോടുകൂടിയാണ് ഇതിനെല്ലാം നമ്മൾ പൈസ വെച്ചിട്ടുള്ളത്. ഒരു പ്രത്യേക പൊതുവായിട്ടുള്ള എമൗണ്ടാണ് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ അതും എത്രയും പെട്ടെന്ന് മാറ്റാനായിട്ട് സാധിക്കും. അങ്ങനെ പഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായിട്ട് പോകുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. വൈസ് പ്രസിഡന്റ് കെ.ഒ. ജോണി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഹല്യ സദാനന്ദൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ CJ ബാബു, അമൃത സജിൻ, വാർഡ് മെമ്പർമാരായ അബ്ദുൽ ഫാസി, TP ഷിബു, ജെസ്സി ദേവസിക്കുട്ടി, EH സുൽഫിക്കർ, അമ്പിളി ജോഷി, KN അനിൽ, ജെൻസി പീറ്റർ, ഷഹാന ടീച്ചർ, ഷാജു പാപ്പച്ചൻ, ജിയ ജോബി, നിബിത സോണി, MK രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പൗരൻ ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ.